പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള വചനഭാഗത്ത് ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവനെയും കുറിച്ച് അവിടെ കർത്താവ് യേശു പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് വചനം പറയുന്നത്. 47 മുതൽ എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരും. കണ്ടോ, വചനം കേൾക്കുന്ന മനുഷ്യനും അതനുസരിക്കുന്ന മനുഷ്യനും അതുപോലെ ചെയ്യുന്ന മനുഷ്യൻ അത് ഇന്നവനാണ്, അത് ഇന്നതാണെന്ന് കർത്താവ് പറയാൻ പോകുകയാണ്. 48-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യനാകും. കണ്ടോ, വചനം കേട്ട് അതുപോലെ അനുസരിച്ച് അതുപോലെ ചെയ്യുന്ന മനുഷ്യൻ എങ്ങനെയായിരിക്കും? ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. അതിന് വീട് പണിയുന്നതിന് പ്രത്യേകതയുണ്ട്. അതിന് ആ വീടിന് അടിസ്ഥാനം ഉറച്ചതായിരിക്കും, അത് ഇളകിപ്പോകുകയില്ല, പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് താഴോട്ട് കർത്താവ് പറയുകയാണ്: വെള്ളപ്പൊക്കം ഉണ്ടായി, ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിയുക കൊണ്ട് അത് ഇളകിപ്പോയില്ല. കണ്ടോ, വീടിന്മേൽ എന്തൊക്കെ സംഭവിച്ചു? വെള്ളപ്പൊക്കം ഉണ്ടായി, മഴ വന്നു, കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, അതിന്മേൽ ആഞ്ഞടിച്ചു, ആ വീട് അനങ്ങിയില്ല. അതിന്റെ കാരണം എബ്രായ ലേഖകൻ ഇങ്ങനെ പറയുന്നു: എന്റെ വചനം കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ. വചനം കേട്ട് വചനം അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നീ ശ്രദ്ധിക്കണം. വചനം നിന്റെ അകത്ത് ശ്രദ്ധ വെച്ച് കേൾക്കണം. ഇവിടെ പറയാണ്, വചനം കേട്ട് അനുസരിക്കുന്ന മനുഷ്യന് ബുദ്ധിയുള്ള മനുഷ്യനാണ്. രണ്ടാമത് താഴോട്ട് പറയുകയാണ്: കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ചു, ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലുതായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, ആ ഭവനത്തിന് മേൽ വന്നടിച്ചു, ആ ഭവനം തകർന്നു. ആ വീഴ്ച വലുതായിരുന്നു. തകരുന്ന ഒരു ജീവിതവും തകരാത്തൊരു ജീവിതവും നമുക്ക് കാണാൻ കഴിയും. നമ്മോട് കർത്താവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ശബ്ദം കേൾക്കണം. നീ യേശു കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് എഴുതപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം എടുത്തുനിന്ന് വായിക്കണം. ആ വായിക്കുമ്പോൾ എന്നെക്കുറിച്ച് എന്താണോ കർത്താവ് പറഞ്ഞത്, ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് നീയെങ്കിൽ നിന്റെ ഈ ശരീരം എന്ന ഈ ഭവനം കർത്താവ് വസിക്കുന്ന ഇടമാണ്. ഇത് നശിച്ചു പോകാനുള്ള സാധ്യത ബുദ്ധിയില്ലാതെ ഈ ലോകത്തിന്റെ ചിന്തയിലും ലോകത്തിന്റെ പ്രവൃത്തിയിലും കടന്നുപോയാൽ നിന്റെ മേൽ വന്നടിക്കുമ്പോൾ നീ വചനത്തിൽ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് തകർന്ന് തരിപ്പണമായി എന്നതേക്കും ഇല്ലാതെയായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്റെ വചനം കേട്ടനുസരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വചനം നമ്മുടെ അകത്ത് വെളിപ്പെടണം. പ്രിയമുള്ളവരെ, ലോകം അഖിലം നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഒരു പ്രയോജനമില്ലെന്ന് യേശു പറഞ്ഞെങ്കിൽ, യേശുവിന്റെ വചനം കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു ദൈവ മനുഷ്യൻ, അവൻ ഒരിക്കലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആലയം നമ്മുടെ ശരീരം. ഈ ആലയത്തിൽ ദൈവം വസിക്കുന്നു. ഈ ആലയം നശിപ്പിച്ചു കളഞ്ഞാൽ ആ നശിപ്പിച്ചു കളയുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഈ ആലയം നശിപ്പിക്കാതിരിക്കത്തക്ക വിധം കർത്താവേ, ബുദ്ധിയുള്ള ഒരു ദൈവ മനുഷ്യനെ പോലെ, ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവല്ല, ദൈവത്തെക്കുറിച്ചുള്ള ആത്മാവിലുള്ള ജ്ഞാനമാണ്, ആത്മാവിലുള്ള വെളിപ്പാടാണ്.
ഈ വചനം എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതിനുള്ള ബോധ്യമാണ്. ഇങ്ങനെ ബുദ്ധിയുള്ള ഒരു ദൈവിക മനുഷ്യനെ ആ ദൈവത്തിന് ആവശ്യം. ഈ വചനം ഒരാൾക്കല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാ ദൈവം എഴുതിയത്. എഴുതപ്പെട്ട ഈ വചനം എന്റെ അകത്ത് ദൈവം എന്നോട് സംസാരിക്കുകയാണ്. നീ ഇന്നു മുതൽ അന്യന്റെ ഒരു വസ്തുവും അന്യന്റെ ഒരു പൈസയും അർഹതയില്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ വരരുത്. കാരണം അടിസ്ഥാന വിളകും, നീ തകരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തെങ്കിലും നമുക്ക് അർഹതയില്ലാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാനും കർത്താവിന്റെ സന്നിധിയിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പോലെ ജീവിക്കാനും കർത്താവെ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അഭിഷേകം മന്ന എന്ന വചന സന്ദേശം ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയൊരു ആത്മീയ പ്രകാശമായി, ഒരു നല്ല ബുദ്ധിയുള്ള ഒരു ആത്മീയ മനുഷ്യനായി വളരുവാൻ കർത്താവെ ശക്തിയും കൃപയും തരണം. വചനം കേട്ട് അനുസരിക്കുവാനും അതിൽ ആത്മീയമായി ജീവിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ നയിക്കണം. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.